ഹലോ അസ്സലാമലൈക്കും. ഒരു തിരക്കേനോ കല്യാണത്തിൻ്റെതാ തൊട്ടടുത്തുള്ള വീട്ടിലാണ് കേട്ടോ കല്യാണം. വ്യാഴാഴ്ച തുടങ്ങിയിരിക്കണേ. ഇതിപ്പോൾ വ്യാഴാഴ്ച രാത്രി എന്താ പറയുക വെറ്റിലക്കെട്ട് മൈലാഞ്ചി കല്യാണം എന്നും പറയൂ. എന്തായാലും ഞാനും മക്കളും തൊട്ടടുത്തതാ ഏച്ചിനെയും കൂട്ടി നമ്മൾ പോവാണ് കേട്ടോ. അങ്ങനെ അവിടെ എത്തി. അപ്പത്തേനും പെണ്ണ് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. പിന്നെ ഞങ്ങളും മെല്ലെ ഫുഡ് അടീൻ്റെ സ്ഥലത്തേക്ക് പോയി. ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ. അങ്ങനെ അതും കഴിച്ച് പിന്നെ പെണ്ണിനെയും കണ്ട് ഞങ്ങൾ മെല്ലെ കുറച്ച് നേരം അവിടെ ഇരുന്ന് വേഗം ഇറങ്ങി കേട്ടോ. ഇനി അവിടെ എന്തൊക്കെയോ പരിപാടികളുണ്ട്, അതിനുള്ള ടൈമൊന്നുമില്ല. ഞങ്ങൾ വേഗം സൈഡാവാൻ വിചാരിച്ചിട്ടോ. ഇനി നാളെയുണ്ട്, വെള്ളിയാഴ്ചയുണ്ട്, ശനിയാഴ്ചയുണ്ട്, ഞായറാഴ്ചയും ഉണ്ട്. പിന്നെ ഈ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഒരു കല്യാണത്തിനൊരു പ്രത്യേകതയുണ്ട്. ഈ വീട്ടിലാണ് പെണ്ണിൻ്റെ കല്യാണമെങ്കിൽ തൊട്ടാ ഇടവയിലേക്ക് പോകുന്ന അവിടെയാണ് ചെക്കൻ്റെ വീട്. അപ്പം അത്ര രണ്ടും അയൽവാസികൾ തന്നെയാണ് കേട്ടോ. അങ്ങനെതാ വെള്ളിയാഴ്ചയായി. ഞങ്ങളെല്ലാവരും വെള്ളിയാഴ്ച 5 മണിക്ക് വൈകുന്നേരമാണ് നിക്കാഹ്. ഞാനും ഉമ്മയും മക്കളും വേഗം വിട്ടു. ഇതാണ് നമ്മുടെ ചെക്കൻ്റെ വീട്. ഇവിടെയുള്ളവരൊക്കെ നേരെ നിക്കാഹിനെത്തിക്കും കേട്ടോ. അലങ്കാർ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു. സിയാദ് കാക്കൊക്കെ നേരത്തെ കാലത്തെ പോയി നിക്കാഹുണ്ടല്ലോ. ഞങ്ങൾ പിന്നെ അതും കഴിഞ്ഞ് മെല്ലെയാണ് ഇറങ്ങിയത്. ഞാനും മക്കളും വേഗം സെൽഫിയൊക്കെ എടുത്ത് ഓട്ടോ പിടിച്ച് ഇവിടുന്ന് ഒരു 30 രൂപേൻ്റെ ഓട്ടോറിക്ഷ ചാർജുള്ളൂ കേട്ടോ. ഈ ഒരു ഓഡിറ്റോറിയത്തിനൊരു പ്രത്യേകത ഉണ്ട്. ഈ ഓഡിറ്റോറിയം ഞാൻ 15 വർഷത്തിന് ശേഷമാണ് ഈ ഓഡിറ്റോറിയത്തിലേക്ക് വീണ്ടും പോകുന്നത്. കാരണം 15 വർഷം മുന്നേ താത്തൻ്റെ കല്യാണം ഈ ഓഡിറ്റോറിയത്തിലേനും. അന്ന് പേര് അലങ്കാറല്ലേനു കേട്ടോ, ക്രസൻ്റേനു കേട്ടോ, ക്രസൻ്റ് ഓഡിറ്റോറിയനും. ഇന്ന് അലങ്കാർ ഓഡിറ്റോറിയം വളരെയധികം അടിപൊളിയാക്കി കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ ഈ ഓഡിറ്റോറിയം. അങ്ങനെ വെൽക്കം ഡ്രിങ്ക് കുടിച്ച് വത്തക്ക വെള്ളവും പിന്നെ മിൻറ്റ് ലൈമും, വത്തക്ക ജ്യൂസ്, ഓക്കെ വത്തക്ക വെള്ളമല്ല വത്തക്ക ജ്യൂസ്, മിൻറ്റ് ലൈമും. സംഭവം എന്തായാലും ഓഡിറ്റോറിയം ഫുൾ എ സി ഒക്കെ ആയിട്ട് ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ സമാധാനം. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളോട് സിയാക്ക വന്ന് പറഞ്ഞ് നിക്കാഹൊക്കെ കഴിഞ്ഞ്. പിന്നെ സിയാക്ക നിക്കാഹ് കഴിഞ്ഞ് കിട്ടിയ ചീരിങ്ങ നമുക്ക് ഓതി വെച്ച് തരാം കേട്ടോ. ബദാമും കാരക്കും അണ്ടിപ്പരിപ്പൊക്കെ ആയിട്ട് ഓരോരുത്തർക്ക് കൽക്കണ്ടോ ഓതി വെച്ച് തന്ന്. പിന്നെ ഫുഡ് കഴിക്കാൻ അവർ വിളിച്ചിട്ടോ. നേരെ പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. നെയ്ച്ചോറ്, ഇഷ്ട്, ബീഫ് ഇഷ്ട്, പിന്നെ ഈ ചിക്കൻ്റെ ഒരു മസാല, ചമ്മന്തി, വെള്ളപ്പം, മീൻ പൊരിച്ചത്, അങ്ങനെ എല്ലാം കൂടിയായിട്ട് റാഹത്തായി ഫുഡും കഴിച്ച് ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ ബൈ ബൈ.